ആദ്യം മഴയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെയാണ് പോകുന്നത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. 5 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് ഉണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. അതായത് ഉത്തര കേരളത്തിലാണ് കാര്യമായ മഴയുള്ളത്. അവിടെ 5 ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ട്. ഈ അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണം. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണുള്ളത്. കാസർഗോഡ് നിരവധി ഭാഗങ്ങളിൽ വെള്ളം കയറുന്നുണ്ട്. തേജസ്വിനി പുഴ കരകവിഞ്ഞു, വീടുകളിൽ വെള്ളം കയറി. കാഞ്ഞങ്ങാട് അരയിപ്പുഴ കരകവിഞ്ഞു ഒഴുകുന്നതിനാൽ ആറങ്ങാടി വഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. വെള്ളരിക്കുണ്ടിൽ ഉരുൾപൊട്ടൽ ഭീഷണി മൂലം 10 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിലെ മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങളും അടച്ചിട്ടിട്ടുണ്ട്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരത്ത് ശക്തമായ മഴ തുടരുകയാണ്. ഇരുവഴിഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയർന്ന് നിറഞ്ഞൊഴുകുന്നു. പാലക്കാട് മണ്ണാർക്കാട് ശക്തമായ മഴയിൽ കുന്തിപ്പുഴ കരകവിഞ്ഞു. കട്ടപ്പന കൊച്ചുതോവാളയിൽ കനത്ത മഴയിൽ പാറ അടർന്നു വീണ് വീട് തകർന്നിട്ടുണ്ട്. കൊച്ചുതോവാള സ്വദേശി ജോസിന്റെ വീടിന്റെ പിൻഭാഗത്തുണ്ടായിരുന്ന വലിയ പാറയാണ് അടർന്നു വീണത്. വീട്ടുകാർ ഭാഗ്യം കൊണ്ട് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഞാൻ ഇങ്ങോട്ട് നീങ്ങുകയും മുറിയിലോട്ട് വരുകയും കൂറ്റൻ പാറ ഇടിഞ്ഞു വീണതിനെ തുടർന്ന് അട്ടപ്പാടി ചുരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വിവരങ്ങളുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ഗുലാം നബി ആസാദ് മുക്കത്ത് നിന്നാണ് ആദ്യം. ആസാദ്, ആ ഭാഗത്ത് ഇരുവഴിഞ്ഞിപ്പുഴ കരകവിഞ്ഞൊഴുകുന്നു. വടക്കൻ കേരളത്തിൽ മൊത്തം ഒരു ആശങ്കയുണ്ട്. ഇപ്പോൾ ആ ഭാഗത്ത് എവിടെയൊക്കെയാണ് കൂടുതൽ ആശങ്കയുള്ളത്? അവിടെ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്? കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരത്ത് ശക്തമായ മഴ തുടരുകയാണ്. ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചെറുപുഴയും ഇരുവഴിഞ്ഞിപ്പുഴയും നിറഞ്ഞു ഒഴുകുകയാണ്. പുഴയുടെ തീരപ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഈ മലയോര മേഖലയിലുള്ളവർക്കും അതുപോലെ തന്നെ പുഴയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കക്കാടംപൊയിൽ ഉൾപ്പെടെയുള്ള കൂടരഞ്ഞി, കൂമ്പാറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ടൂറിസം മേഖലയിലേക്ക് ടൂറിസ്റ്റുകൾക്ക് കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത്തരം ഭാഗങ്ങളിലേക്ക് മലയോര മേഖലയിലേക്ക് അനാവശ്യമായി യാത്ര ചെയ്യുന്നുള്ള നിർദ്ദേശങ്ങൾ നൽകി വരുന്നുണ്ട്. എന്നാൽ നിലവിൽ ഇപ്പോൾ വലിയൊരു നാശനഷ്ടമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചെറിയ തോതിലുള്ള മരച്ചില്ലുകൾ പൊട്ടി വീണും ഉൾപ്പെടെയുള്ള ചെറിയ തോതിലുള്ള ഗതാഗത തടസ്സം ഉള്ളവയല്ലാതെ മറ്റുള്ള ഒരു നാശനഷ്ടങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ചാത്തമംഗലം ചെറുപുഴയിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നുണ്ട്. ഇപ്പോഴും മഴ ഈ മലയോര മേഖലയിൽ തുടർച്ചയായി ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി, ആസാദാണ് വിവരങ്ങൾ നൽകിയത്. അരുൺ മോഹൻ നെയ്യാറ്റിൻകരയിൽ നിന്ന്. അരുൺ, തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലയിലൊക്കെ ശക്തമായ മഴ ഇന്നലെ രാത്രി പെയ്തിട്ടുണ്ട്. പലയിടങ്ങളിലും മരം വീണ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് നിലവിലെ അവസ്ഥ? ഇപ്പോഴും മഴയുണ്ടോ? ശ്രീജ, ഗുഡ് മോർണിംഗ്. ഇന്നലെ മുതൽ ഈ പറയുന്ന കഴിഞ്ഞ ദിവസം മുതലുണ്ടായ ഒരു മഴ, ശക്തമായ ഒരു മഴ തന്നെയാണ് ഈ മലയോര തീരദേശ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെ ശക്തമായ ഒരു കാറ്റ് ഇല്ല എന്നുള്ളതൊരു ആശ്വാസമുണ്ട്. കാരണം കഴിഞ്ഞ കാഴ്ചകളിൽ ഉണ്ടായിരുന്ന അത്ര ഒരു ശക്തമായ ഒരു കാറ്റില്ലാതെ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ്. എന്നിരുന്നാലും ഈ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ നെയ്യാറിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ ശക്തമായതിനെ തുടർന്ന് ഇന്നലെ നെയ്യാർ ഡാം 20 സെന്റിമീറ്ററോളം വീണ്ടും ഉയർത്തിയ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് നെയ്യാറിന്റെ തീരത്തുള്ളവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഈ പറയുന്ന താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ വെള്ളം കയറിയ ഒരു അവസ്ഥയുണ്ട്. റോഡുകൾ പലതും, പ്രത്യേകിച്ച് പ്രാദേശിക ഗ്രാമീണ റോഡുകൾ പലതും വെള്ളത്തിനടിയിലാണ്. ഈ പറയുന്ന ഈ മെയിൻ്റനൻസ് നടക്കാത്ത കാരണത്താലാണ് ആ ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്.
അതേസമയം ഇന്നലെ വെങ്ങാനൂർ വെണ്ണിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീടിനൊരു നാശമുണ്ടായി. വീടിന്റെ വിപിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട് മഴയത്ത് കുതിർന്ന് ഇടിഞ്ഞ് ഭാഗികമായി ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേസമയം ഈ പൂവാർ, പൊഴിയൂർ, തെക്കേക്കൊല്ലംകോട് തുടങ്ങിയ തീരദേശ മേഖലകളിൽ മഴ കനത്തതോടെ കടൽ പ്രക്ഷുബ്ധമായൊരു സാഹചര്യമുണ്ട്. മീൻപിടുത്തക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ പലരും കടലിലിറങ്ങില്ല. ഞായറാഴ്ച കൂടെ ആയതുകൊണ്ടാണ് കടലിലിറങ്ങാത്തത്. അതേസമയം ഇന്ന് ഇറങ്ങുന്നവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം പ്രാദേശിക ഭരണകൂടം നൽകിയ ഒരു പശ്ചാത്തലമുണ്ട്. ചുരുക്കത്തിൽ മഴ ഇടവിട്ട് പെയ്യുന്ന മഴ മലയോര തീരദേശ മേഖലകളിൽ ശക്തമായി തന്നെ തുടരുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. ശ്രീജ. ശരി. മനോജ് അപ്പുക്കുട്ടൻ പുനലൂരിൽ നിന്ന്. മനോജ്, ഈ കൊല്ലത്തിൻ്റെ ഇന്നലെ അവിടെ പാളത്തിൽ മരം വീണതിനെ തുടർന്ന് വലിയ രീതിയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുന്ന അവസ്ഥ കൊല്ലം ജില്ലയിൽ ഉണ്ടായിരുന്നു. ഇന്ന് നിലവിൽ ഈ മലയോര മേഖലയിലൊക്കെ കാര്യമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. എന്താണ് അവിടുത്തെ അവസ്ഥ? റിജ, ഇപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ അതിശക്തമായ മഴയാണ് നമ്മുടെ കിഴക്കൻ മലയോര മേഖലയിൽ ഉണ്ടായിരുന്നത്. ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു. പത്തനാപുരത്ത് ഒരു വീടിന് മുകളിലേക്ക് തേക്കുമരം മറിഞ്ഞു വീണു. വീട് ഭാഗികമായി തകർന്നതാണ് രാത്രിയിൽ ഉണ്ടായ ഒരു സംഭവം. റെയിൽവേ പുനലൂരിൽ നിന്നും ചെങ്കോട്ടയിലേക്ക് പോകുന്ന റെയിൽവേ പാളത്തിൽ ആര്യങ്കാവ് ഭാഗത്ത് ചെറിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ശക്തമായ കാറ്റില് നമ്മുടെ ഇടവൻ ഭാഗത്ത് ഒരു മരം റോഡിലേക്ക് വീണു. ഒരു മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടായി. അഞ്ചൽ, ഏരൂർ, കുളത്തൂപ്പുഴ മേഖലകളിൽ വ്യാപകമായ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയായ പത്തനാപുരം, പുന്നല മേഖലകളിൽ ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് വൈദ്യുത ബന്ധം തകരാറിലായിട്ടുണ്ട്. ഇതുവരെയും വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. തെന്മലയില് വനത്തിനുള്ളിൽ ശക്തമായ മഴ പെയ്യുന്നതിനാൽ തെന്മല ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ ലഭിക്കുകയും ഡാമിൽ നീരൊഴുക്ക് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. കുളത്തൂപ്പുഴ ഏകദേശം കരകവയുന്ന വക്കിലേക്ക് എത്തിയിട്ടുണ്ട്. തെന്മല ലുക്കൌട്ടിൽ നിന്നും തടകളിൽ നിന്നും ശക്തമായ നീരൊഴുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കല്ലടയാറിൽ സ്വാഭാവികമായും നീരൊഴുക്ക് കൂടിയിട്ടുണ്ട്. തീരത്തുള്ളവർ ജാഗ്രത പാലിക്കേണ്ട നിർദ്ദേശം ഏതാനും ഈ മഴ ഇങ്ങനെ തുടർന്നാൽ ഏതാനും മണിക്കൂറുകൾക്കകം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും കഴിഞ്ഞ രാത്രിയിലും അതിശക്തമായ മഴയാണ് പെയ്തത്. മഴ തുടരുകയാണെങ്കിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നൽകേണ്ടതായി വരും. ശ്രീജ. ശരി. എസ് വിനീഷ് കൂടി ചേരുന്നുണ്ട്. വിനീഷ്, എന്താണ് കൊട്ടാരക്കരയിലും ആ ഭാഗങ്ങളിലുമുള്ള ഒരു അവസ്ഥ എന്താണ്? ഈ മരം വീണുണ്ടായ അപകടങ്ങൾ ആ ഭാഗത്തും കാര്യമായിട്ട് തന്നെ ഉണ്ടോ? ശ്രീക, കഴിഞ്ഞ ദിവസം ശക്തമായ മഴയായിരുന്നു. രാത്രിയിലും ശക്തമായി തന്നെ മഴ തുടരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. നമുക്കറിയാം, ഈ കൊട്ടാരക്കരയുടെ വിവിധ പ്രദേശങ്ങളായിട്ട് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊല്ലത്തും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉടൻ തന്നെ ഫയർഫോഴ്സിന്റെ ഒരു ഇടപെടലിൽ എല്ലാം സുഗമമായിട്ട് വീണ്ടും ട്രെയിൻ ഗതാഗതം അടക്കം സുഗമമായിട്ട് ഇപ്പോൾ പോകുന്ന സാഹചര്യമാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ട്രാക്കിലൂടെ മാത്രമായിരുന്നു ട്രെയിൻ കടത്തിവിട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായിട്ടും 2 ട്രാക്കിലൂടെ ഗതാഗതം സുഗമമാക്കി തന്നെ പോകുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഈ കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിലും മരം വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. രാത്രിയിൽ തന്നെ ഫയർഫോഴ്സിന്റെ ഇടപെടലിനോടുകൂടി റോഡ് ഗതാഗതം സുഗമമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിലായിട്ട് വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമുണ്ട്. കല്ലടയാറിന്റെ തീരപ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ പള്ളിക്കലാറിന്റെ തീരങ്ങളിൽ താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഴ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. ശ്രീജ. ശരി. ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് കൂടി. പ്രിൻസ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാര്യമായ നാശനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു ഇടുക്കി ജില്ലയിൽ. ഇന്നലെ രാത്രി എങ്ങനെയുണ്ട്? ഈ വടക്കൻ ജില്ലകളിലേക്കാണ് അലേർട്ട് കൊടുത്തിട്ടുള്ളതെങ്കിലും ഇടുക്കി എപ്പോഴും ആശങ്ക ഉണ്ടാക്കുന്ന സ്ഥലമാണല്ലോ. എന്താണ് അവസ്ഥ? ശ്രീജ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ ഇന്ന് മഴയ്ക്ക് നേരിയ ശമനമുണ്ടെന്ന് തന്നെ പറയാം. ഇടവിട്ട് മഴ പെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്.
എങ്കിലും മഴ തുടർന്ന് പെയ്യാനുള്ള സാഹചര്യത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാന അണക്കെട്ടുകളിലേക്കടുപ്പമുള്ള നീരൊഴുക്കും ശക്തമായി തൊഴുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എങ്കിലും ഇടുക്കി, മുല്ലപ്പെരിയാർ പോലുള്ള പ്രധാന അണക്കെട്ടുകൾ തുറക്കേണ്ട ഒരവസ്ഥ നിലവിലില്ല. അതേസമയം കല്ലാർകുട്ടി പോലുള്ള ചെറുകിട അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് എടുക്കുന്ന അവസ്ഥയുണ്ട്. ഒപ്പം ജില്ലയിലെ നിലവിലുള്ള നിരോധനങ്ങൾ, അതായത് രാത്രികാല മൂന്നാർ ഗ്യാപ് റോഡിലെ രാത്രികാല യാത്രാ നിരോധനം 17 വരെ തുടരും. ഒപ്പം ജലവിനോദനം അടക്കമുള്ള ടൂറിസം ആക്ടിവിറ്റികൾക്കുള്ള നിരോധനവും തുടരുന്ന സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായുള്ള നടപടികളാണ് ചുരുക്കങ്ങളുടെ ഭാഗമായാണ് ഇത്തരം നിർദ്ദേശങ്ങളും ഭരണ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അപേക്ഷിച്ച് ഇന്ന് മഴയ്ക്ക് നേരിയ കുറവുണ്ട്. ഇടവിട്ട സമയങ്ങളിൽ മാത്രമേ മഴ ശക്തമാകുന്ന സാഹചര്യം നിലവിൽ ഇടുക്കിയിലുള്ളൂ. ശ്രീജ. ശരി, പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ കൂടി ചേരുന്നുണ്ട്. ശശി, തെക്കൻ കേരളത്തിൽ അല്ലെങ്കിൽ മധ്യ കേരളത്തിലൊക്കെ ഇപ്പോൾ രാവിലെ സംസാരിക്കുമ്പോൾ മിക്കവാറും മഴയ്ക്കൊരു ശമനം ഉണ്ടെന്നാണ് പറയുന്നത്. പത്തനംതിട്ടയിലെ അവസ്ഥ എന്താണ്? പത്തനംതിട്ടയിലെ മലയോര മേഖലയിലും മഴയ്ക്ക് ശക്തമായ മഴയുണ്ട്. കാരണം ഇന്നലെയും 2 ദിവസമായി പല സ്ഥലങ്ങളിലും മഴ പെയ്തിട്ടുണ്ട്. ഡാമുകളുടെ ഷട്ടറുകൾ, അതായത് മൂഴിയാർ ഡാമിന്റെ 2 ഷട്ടറുകൾ 20 സെന്റിമീറ്റർ തുറന്നിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശം ഇന്നലെയും ഇന്നും തുടർച്ചയായിട്ട് തുടരുകയാണ്. ഈ മണ്ണിടിച്ചിലും അതുപോലുള്ള മലയോര മേഖലയിലേക്കുള്ള യാത്രകൾക്ക് നിയന്ത്രണം ഉണ്ട്. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. നദികളുടെ നിലനിരപ്പിനും കാര്യമായ തോതിൽ വർധനവ് ഇല്ല. ഈ രാത്രികാല യാത്രകൾക്കാണ് നിരോധനമുള്ളത്. പക്ഷേ ഈ സാധാരണപ്പെട്ട ആളുകൾക്ക്, അതായത് ശബരിമല അടക്കമുള്ള മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾക്കും നിയന്ത്രണമുണ്ട്. എന്തായാലും ഈ മലയോര മേഖല ഉള്ള യാത്രകൾക്ക് നിരോധനമൊപ്പം ഈ മണ്ണിടിച്ചിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ദുരന്തം ഉണ്ടാകുന്ന മേഖലകളിലൊക്കെ നിയന്ത്രണം ഇന്നലെ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഴ ശക്തമായി ശീതത്തോടെ തട്ടിത്തോട് തുടങ്ങിയ മേഖലകളിൽ ശക്തമായ രീതിയിൽ പെയ്യുന്നുണ്ട്. പക്ഷേ കാര്യമായ ആശങ്കപ്പെട്ട സാഹചര്യമില്ല. പമ്പ, മണിമല, അച്ചങ്ക നദികളുടെ ജലനിരപ്പ് നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ടെങ്കിലും അത് വലിയ ആശങ്കപ്പെട്ട സാഹചര്യമില്ലെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. പക്ഷേ മറ്റ് തരത്തിലുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും ഇല്ലെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അല്പം ആശ്വാസകരമായ വാർത്തയാണ് തെക്കൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളത്. മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. പക്ഷേ മലയോര മേഖലകളിൽ ഇപ്പോഴും കാര്യമായി തന്നെ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ വടക്കൻ കേരളത്തിൽ അതല്ല അവസ്ഥ. വടക്കൻ കേരളത്തിൽ ഇന്ന് റെഡ് അലർട്ടുണ്ട്. പലയിടങ്ങളിലും പുഴകൾ കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യമുണ്ട്. വലിയ ജാഗ്രത തന്നെയാണ് വടക്കൻ കേരളത്തിൽ ഉണ്ടാവുന്നത്. ഇനി മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള വാർത്തകൾ കൂടി നോക്കാം. മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടിയിലേക്കുള്ള പാതയിലെ ചുരത്തിൽ കൂറ്റൻ പാറ ഇടിഞ്ഞു വീണു. ചുരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. 9ാം വളവിലാണ് ഇന്നലെ ഉച്ചയോടെ കൂറ്റൻ പാറ റോഡിൽ പതിച്ചത്. അട്ടപ്പാടി ഏതാണ്ട് ഒറ്റപ്പെട്ട നിലയിലാണ്. അഗളി, ജെല്ലിപ്പാറ, കോട്ടത്തറ മേഖലകളിലും കനത്ത നാശനഷ്ടമാണ് മഴയിൽ ഉണ്ടായിരിക്കുന്നത്. കനത്ത മഴ കണക്കിലെടുത്ത് സംസ്ഥാനത്തെ പല ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെവിടെയൊക്കെയാണെന്ന് നോക്കാം. 11 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാസർഗോഡ്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ സ്കൂളുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട്, അമ്പലപ്പുഴ താലൂക്കുകളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. ഇന്നലെ വൈകിട്ട് തൊട്ട് കനത്ത മഴയായിരുന്നു. കനത്ത മഴയിൽ കൊല്ലം പോളയത്തോട് മരം വീണതിനെ തുടർന്ന് തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. ഇന്നലെ രാത്രി പല ട്രെയിനുകളും വളരെ വൈകിയാണ് തിരുവനന്തപുരത്തെത്തിയത്. അതിനാൽ മടക്ക ട്രെയിനുകൾ, കണക്ഷൻ ട്രെയിനുകൾ വൈകുകയാണ്. ഏതൊക്കെ ട്രെയിനുകളാണ് വൈകുന്നതെന്ന് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. പുലർച്ചെ 5:20 പുറപ്പെടേണ്ടിയിരുന്ന ഷൊർണൂർ വേണാട് എക്സ്പ്രസ് 2 മണിക്കൂർ 10 മിനിറ്റ് വൈകി രാവിലെ 7:30 പുറപ്പെടുക. 9:15 രാവിലെ 9:15 പുറപ്പെടേണ്ട ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 1.25 മണിക്കൂർ വൈകി 10:30 പുറപ്പെടുക. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് 9 മണിക്കൂർ വൈകി ഓടുകയാണ്. ട്രെയിനുകൾ പലതും ഇപ്പോൾ നമ്മൾ പറയുന്നത് ഈ ട്രെയിനുകളാണെങ്കിലും പല ട്രെയിനുകളും വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ആപ്പൊക്കെ നോക്കി ട്രെയിനിൻ്റെ സമയം നോക്കിയ ശേഷം മാത്രം
യാത്ര തിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ട്രെയിനുകൾ വൈകുന്നതായി റെയിൽവേ തന്നെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റ് പലയിടത്തും ട്രെയിനുകൾ പിടിച്ചിട്ടത് മൂലമൊക്കെ വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലയിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നുണ്ട്. രാത്രി വർക്കല, ആറ്റിങ്ങൽ, കിളിമാനൂർ മേഖലയിൽ ശക്തമായ മഴയും കാറ്റുമുണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. വൈദ്യുതി ബന്ധവും പലയിടത്തും തകരാറിലായി. തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലകളിലും മഴ ശക്തമാണ്. നെയ്യാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കനത്തതോടെ ഡാമിന്റെ ഷട്ടർ ഇന്നലെ 20 സെന്റിമീറ്റർ കൂടി ഉയർത്തിയിരുന്നു. തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. താഴ്ന്ന പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പൂവാർ, പൊഴിയൂർ, തെക്കേ കൊല്ലങ്കോട് തുടങ്ങിയ ഭാഗങ്ങളിലെ കടൽ പ്രക്ഷുബ്ധമാണ്. കഴിഞ്ഞ ദിവസം വെങ്ങാനൂർ, വെണ്ണിയൂരിൽ ഇരുനില വീട് മഴയത്ത് ഭാഗികമായി തകർന്നിരുന്നു. വെള്ളപ്പൊക്ക ഭീതിയിലാണ് പാലക്കാട് കുലുക്കല്ലൂർ, മപ്പാട്ടുകര തടയണയ്ക്ക് സമീപമുള്ള കുടുംബങ്ങൾ. തടയണയുടെ ഷട്ടറുകൾ തുറക്കാനാവാത്തതാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്. പുഴയിലെ കുത്തൊഴുക്ക് മൂലമാണ് ഷട്ടറുകൾ തുറക്കാൻ തടസ്സം നേരിടുന്നത്. കാലവർഷം ശക്തമായി തുടർന്നാൽ പുഴ കരകവിഞ്ഞ് വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. കുലുക്കല്ലൂരിൽ തൂതപ്പുഴയിലെ മപ്പാട്ടുകര തടയണയ്ക്ക് 11 ഷട്ടറുകളുണ്ട്. മഴ തുടങ്ങി തടയണയ്ക്ക് മുകളിലൂടെ പുഴ ഒഴുകാൻ തുടങ്ങുമ്പോഴാണ് സാധാരണഗതിയിൽ ഷട്ടറുകൾ തുറക്കാറ്. എന്നാൽ ഇത്തവണ കാലവർഷം നേരത്തെ എത്തിയതും പുഴയിൽ പെട്ടെന്ന് വെള്ളം കൂടിയതും കാരണം ഷട്ടറുകൾ തുറക്കാൻ കഴിയാതായി. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2 തവണ ഷട്ടർ തുറക്കാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. ചെയിൻ ബ്ലോക്കുകൾ സ്ഥാപിച്ചാണ് ഷട്ടറുകൾ തുറക്കുന്ന പ്രവൃത്തികൾ നടത്തുക. പുഴയിലെ കുത്തൊഴുക്ക് ഇതിന് തടസ്സമാവുകയാണ്. കാലവർഷം ശക്തമായി ജലനിരപ്പ് ഉയർന്നാൽ പുഴ കരകവിയുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. കാലവർഷം എത്തിയതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇത് തടയേണ്ട മുകളിൽ നമുക്ക് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നിലവിലിപ്പോ ഈ ഷട്ടർ ഉയർത്താൻ കഴിയാത്തത്. നിലവിൽ അത് ഉയർത്തണമെങ്കിൽ നമുക്ക് ചെയിൻ ബ്ലോക്ക് വെച്ചിട്ട് വേണം അത് പൊക്കി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോ നമുക്ക് ആ ചെയിൻ ബ്ലോക്കിന്റെ കാല് അതിന്മേ ഈ തടയന്മേ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. മഴ തുടർന്നാൽ വലിയ തോതിൽ വെള്ളം കരയിലേക്ക് കയറും. മലപ്പുറം, ഏലംകുളം പഞ്ചായത്തുകളിലെ വീടുകൾക്കും ഇത് ഭീഷണിയാകും. പല വീടുകളിലേക്കും വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ചില കുടുംബങ്ങൾക്ക് വീട് വിട്ട് പോകേണ്ട സ്ഥിതിയുമുണ്ടായി. ഷട്ടറുകൾ തുറക്കാനാവശ്യമായ അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് 18 പാലക്കാട്. ഈ മഴയും ആശങ്കയും ഒക്കെ നിലനിൽക്കുമ്പോഴും ചില പ്രതീക്ഷകൾ ചില ഭാഗത്തൊക്കെയുണ്ട്. കതിരണിയുകയാണ് തിരുവനന്തപുരം കിളിമാനൂരിലെ പുല്ലയിൽ പാടശേഖരം. ഇതിനായി കർഷക കൂട്ടായ്മ ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു. വർഷങ്ങളായി തരിശുകിടക്കുകയായിരുന്നു കിളിമാനൂർ പുല്ലയിൽ വീട് പാടശേഖരം. ഇവിടമാണ് വൃത്തിയാക്കി കൃഷിയോഗ്യമാക്കിയത്. 2 ഹെക്ടറോളം വരുന്ന പാടശേഖരത്തിൽ കർഷക കൂട്ടായ്മയാണ് നെൽകൃഷി ഇറക്കുന്നത്. പുല്ലയിൽ വീട് പാടത്തിലെ ഭഗവതി കണ്ടത്തിൽ നടന്ന വിത്തിടൽ ചടങ്ങ് പ്രമുഖ നാടക നടനും സംവിധായകനുമായ കലാശ്രീ കണ്ണൂർ വാസൂട്ടി നിർവഹിച്ചു. തരിശുനിലങ്ങളിൽ നെൽകൃഷി വികസനം എന്ന പദ്ധതി പ്രകാരമാണ് കൃഷി. ഏറെ ശ്രമകരമായി ഏലാത്തോടും വയലും വൃത്തിയാക്കിയാണ് കൃഷിഭൂമി സജ്ജമാക്കിയത്. വിത്തിടൽ ചടങ്ങിൽ പാടശേഖര സമിതി പ്രസിഡന്റ് ശിവശങ്കരപിള്ള, കർഷക കൂട്ടായ്മ പ്രതിനിധി ശിവകുമാർ, നാടൻപാട്ടു കലാകാരൻ കൊഴുവന്നൂർ ഷൺമുഖൻ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 കിളിമാനൂർ. ഇടുക്കി പാറേമാവ് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനം നിലച്ചിട്ട് 1.5 വർഷം പിന്നിടുന്നു. ദിവസവും 100 കണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ഈ ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റ് പ്രവർത്തിപ്പിക്കാൻ അധികൃതർ ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ആയുർവേദ ചികിത്സാ രംഗത്ത് ഏറെ പേര് കേട്ടതാണ് പാറേമാവ് ആയുർവേദ ആശുപത്രി. ഓരോ ദിവസവും 100 കണക്കിന് രോഗികളാണ് ചികിത്സ തേടിയെത്തുന്നത്. എന്നാൽ 1.5 വർഷമായി ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റ് പ്രവർത്തനം നിലച്ചിട്ട്. ഇപ്പോൾ രോഗികൾ വൻതുക മുടക്കി ചെറുതോണിയിലെ സ്വകാര്യ എക്സ്റേ ലാബുകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയിലാണ്. ഇതിന്റെ പ്രവർത്തനം നിലച്ചിട്ട് ഇതിന്റെ ചുറ്റുപാടുമെല്ലാം കാട് പിടിച്ചു കിടക്കുക. ഈ ആശുപത്രി വരുന്ന രോഗികൾ ഇപ്പം മെഡിക്കൽ കോളേജിലും പുറത്ത് സ്വകാര്യ ഓരോ സ്ഥലങ്ങളിലും പോയാണ് ഇപ്പൊ എക്സ്റേ എടുക്കുന്നത്. ഏറ്റവും ആവശ്യകതയുള്ള സ്ഥലമാണെന്നറിയാമല്ലോ നമ്മുടെ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ.
പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കാരണം 1.5 വർഷമായിട്ട് ഇത് പൂട്ടിക്കെട്ടി കിടക്കുക. കാരണം അത് നന്നാക്കിയാൽ മതി. എക്സ്റേ ഫിലിം ഇല്ല എന്നുള്ള കാരണത്താലായിരുന്നു ആദ്യം ഇത് പ്രവർത്തനം മുടങ്ങി. വീണ്ടും രണ്ടാമത് കേടായിപ്പോയി എന്ന് പറഞ്ഞ് വീണ്ടും 40 ലക്ഷം രൂപ മുതൽ മുടക്കി വീണ്ടും നന്നാക്കി. ഇത് ഏതായാലും വഴിയാധാരമായി. എക്സ്റേ ഫിലിം ഇല്ലെന്ന കാരണത്താലാണ് ആദ്യം പ്രവർത്തനം മുടങ്ങിയത്. ഏറെ നാൾ പ്രവർത്തിക്കാത്തത് മൂലം മെഷീനുകളും തകരാറിലായി. ലക്ഷക്കണക്കിന് രൂപ മുടക്കി കേടുപാടുകൾ മാറ്റി പ്രവർത്തിപ്പിച്ചു തുടങ്ങിയെങ്കിലും ആഴ്ചകൾക്കുള്ളിൽ തന്നെ വീണ്ടും തകരാറായി. ഇപ്പോൾ ആശുപത്രി അധികൃതർ ഈ യൂണിറ്റ് തന്നെ ഉപേക്ഷിച്ച നിലയിലാണ്. എക്സ്റേ യൂണിറ്റും പരിസരവും കാടുകയറി നശിച്ചിട്ടും ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയും ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ആശുപത്രിയുടെ ചുമതലയുള്ള ഇടുക്കി ജില്ലാ പഞ്ചായത്തിനും ഇക്കാര്യത്തിൽ അനാസ്ഥയാണ്. ഇടുക്കിയിലെ വിദൂര സ്ഥലങ്ങളിൽ നിന്നും ചികിത്സ തേടിയെത്തുന്ന സാധാരണക്കാർക്കായി എക്സ്റേ യൂണിറ്റ് അടിയന്തരമായി പ്രവർത്തനക്ഷമമാക്കണം എന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ കരുത്ത് പകരുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹോർട്ടികോർപ്പിന്റെ സ്ട്രോബെറി പാർക്കിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കൃഷിക്കൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു പാർക്ക് തുടങ്ങുമ്പോൾ ലക്ഷ്യമിട്ടത്. മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് സ്ട്രോബെറി കൃഷിയുടെ കാഴ്ചകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സ്ട്രോബെറി പാർക്ക് ആരംഭിച്ചത്. ആവശ്യക്കാർക്ക് പഴങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുക എന്നതുകൂടി ലക്ഷ്യമിട്ടിരുന്നു. തുടക്കത്തിൽ മികച്ച രീതിയിലായിരുന്ന പദ്ധതി പിന്നീട് താളം തെറ്റി. നിലവിൽ സ്ട്രോബെറി പാർക്കിന്റെ ഭാഗമായ സ്ഥലത്ത് ഹോർട്ടികോർപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് കൃഷികൾ ചെയ്യുന്നുണ്ട്. പച്ചക്കറികളുടെ സംഭരണവും നടക്കുന്നു. എന്നാൽ സ്ട്രോബെറി കൃഷി പൂർണ്ണമായും നിലച്ചു. പാർക്കിന്റെ നടത്തിപ്പ് കാര്യക്ഷമമാക്കി കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. മറ്റു വാർത്തകളിലേക്ക്, ഈ ദിവസത്തെ പ്രധാനപ്പെട്ട മറ്റ് അന്താരാഷ്ട്ര വാർത്തകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ മടങ്ങിയെത്തും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം